ഹലോ ഫ്രണ്ട്സ്, ഈസി സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് 3 ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് നോക്കാം. A soothing song. In Russia, there lived a rich merchant. He had a servant, a bright and brave boy called Ivan. The merchant was a cruel man. He made Ivan toil from dawn to dusk. Ivan had no time to rest. In Russia, റഷ്യയിൽ they lived a rich merchant. ഒരു റിച്ചായ വ്യാപാരി ഉണ്ടായിരുന്നു. റിച്ചായ ധനികനായ വ്യാപാരി ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ സെർവൻറ്റ്. അയാൾക്ക് ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. സെർവൻറ്റ്. ബുദ്ധിമാനും ധീരനുമായ ഒരു ബോയ് ആയിരുന്നു ആ സെർവൻറ്റ്. കോൾഡ് ഇവാൻ. ആ കുഞ്ഞിൻ്റെ പേര്, ആ ബോയുടെ പേര് ഇവാൻ എന്നായിരുന്നു. The merchant was a cruel man. He made Ivan toil from dawn to dusk. Merchant ഒരു ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു. അയാൾ ഇവാനെ രാവിലെ മുതൽ രാത്രി വരെ, അതായത് ഫുൾ ടൈം അധ്വാനിപ്പിക്കുമായിരുന്നു. ടോയിൽ ഒരുപാട് വർക്ക് കൊടുത്തിട്ട് നല്ലവണ്ണം ജോലി ചെയ്യിക്കുമായിരുന്നു. ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ് ചെയ്യാനൊരു സമയം ഇവാൻ ഉണ്ടായിരുന്നില്ല. Tired after heavy work, Ivan would lie on his bed. Then a nightingale would start singing sweet songs to him. Every night the nightingale used to sing for him. He could never see the nightingale as it was dark outside, but its song soothed him to sleep. What a lovely song! How beautifully it sings! But what is the meaning of its song? I wish I could understand the language of birds, Ivan would think. ഇവാന് ഹെവി വർക്കായിരുന്നു ആ മെർച്ചൻ്റ് കൊടുത്തിരുന്നത്. ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക്, ആ ഭാരിച്ച ജോലികൾ കഴിഞ്ഞിട്ട് ടയേർഡായിരിക്കുന്ന ഇവാൻ ബെഡിലേക്ക് കിടക്കാൻ നേരം ഹി ഹേർഡ് എ ബ്യൂട്ടിഫുൾ സോങ് ഓഫ് എ നൈറ്റിംഗേലിൻ്റെ ഒരു സ്വീറ്റ് സോങ് കേൾക്കാനിടയായി. എവ്രി നൈറ്റ് ദ നൈറ്റിംഗേൽ യൂസ് ടു സിങ് ഫോർ ഹിം. എല്ലാ ദിവസം രാത്രിയും ആ നൈറ്റിംഗേൽ, ആ ഒരു ബേർഡ് പാട്ട് പാടിയിരുന്നു. രാപ്പാടി എന്നല്ലേ പറയാം, രാപ്പാടി പാടിയിരുന്നു. ഹി കുഡ് നെവർ സീ ദ നൈറ്റിംഗേൽ. പക്ഷേ ഇരുട്ടായത് കാരണം ആ കുട്ടിക്ക് നൈറ്റിംഗേൽ, ആ ബേർഡിനെ കാണാൻ പറ്റില്ലായിരുന്നു. ബട്ട് ഇറ്റ് സോങ് സൂത്തഡ് ഹിം ടു സ്ലീപ്പ്. പക്ഷേങ്കിൽ അതിൻ്റെ ഗാനം അദ്ദേഹത്തിന്, ആ ബോയ്ക്ക് നല്ലൊരു ശാന്തമായ ഉറക്കം സമ്മാനിച്ചിരുന്നു. വാട്ട് എ ലവ്ലി സോങ് ഹി ടെൽ. കുട്ടി വിചാരിക്കും, എന്ത് നല്ല മനോഹരമായ സോങ് ആണ്. ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് സിങ്സ്. എത്ര മനോഹരമായിട്ടാണ് അത് പാടുന്നത്. ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ് സോങ്. ആ സോങ്ങിൻ്റെ അർത്ഥം എന്തായിരിക്കും? ആ കുട്ടി മനസ്സിലിങ്ങനെ ഓർത്തു, എന്തായിരിക്കും ആ പാട്ടിൻ്റെ അർത്ഥം. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഇവാൻ വുഡ് തിങ്ക്. ഇവാൻ ആലോചിച്ചു, ആ പാട്ടിൻ്റെ അർത്ഥം എന്തായിരിക്കും. എനിക്ക് ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിയാമെങ്കിൽ ആ പാട്ടിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുമായിരുന്നു. ഇവാൻ ഇങ്ങനെ ചിന്തിച്ചു. ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ഇവാൻ വിഷ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. എന്തിനാണ് ഇവാൻ ആഗ്രഹിച്ചത് ബേർഡ്സിൻ്റെ ലാംഗ്വേജ് മനസ്സിലാവാൻ എന്തിനായിരിക്കും ഇവാൻ ആഗ്രഹിച്ചത്? ബിക്കോസ് ബേർഡ്സിൻ്റെ അതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു. ഹാവ് യു എവർ ലിസൺ ടു ദ സോങ് ഓഫ് എ നൈറ്റിംഗേൽ. മക്കൾ കേട്ടിട്ടുണ്ടോ ഈ രാപ്പാടിയുടെ പാട്ട് രാത്രി? ഒന്ന് സൂക്ഷിച്ച് ഇരുന്നാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. The little birdies. One day the merchant sent Ivan to forest to fetch firewood. Soon the winds rose, the sky became clouded, the lightning flashed, the thunder roared loudly, and the rain fell heavily. Ivan soon ran to the shelter of a large tree. He saw a big nest on one of its branches. 4 small birds were there in the nest, and there was no one to protect them from the wind and rain. Ivan felt pity to them. He climbed the tree and covered the little ones with his clothes. When the thunderstorm was over, the mother bird came back.
എന്താണ് ഉണ്ടായത്? ഒരു ദിവസം ആ മെർച്ചൻറ്റ്, ധനികനായ മെർച്ചൻറ്റ് ഇവാനെ കാട്ടിലേക്ക് അയച്ചു. വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് അയച്ചത്. ടു ഫെച്ച് ഫയർവുഡ്. ഫെച്ച് മീൻസ് കൊണ്ടുവരാൻ, ഫയർവുഡ് മീൻസ് വിറക്. സൂൺ ദ വിൻഡ്സ് റോസ്. പെട്ടെന്ന് കാറ്റും മഴയും വന്നു. സ്കൈ ബിക്കെയിം, കാറ്റ് വീശി. ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ്. കാർമേഘങ്ങൾ വന്നു. ലൈറ്റ്നിങ് ഫ്ലാഷ്. തണ്ടർ റോട്ട് ലൗഡ്ലി. ദ റെയിൻ ഫെൽ ഹെവിലി. അങ്ങനെ പെട്ടെന്ന് ഇടി മഴ ഒക്കെ വന്നു. നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇവാൻ സൂൺ റാൻ ടു ദ ഷെൽട്ടർ ഓഫ് എ ലാർജ് ട്രീ. ഇവാൻ ഓടി ഒരു വലിയ മരത്തിൻ്റെ അടിയിൽ നിന്നു. ഹി സോ ബിഗ് നെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഇവാൻ ഒരു വലിയ കൂട്, പക്ഷിയുടെ കൂട് കണ്ടു. അതിൽ ചെറിയ കുഞ്ഞു പക്ഷികളുണ്ടായിരുന്നു. 4 small birds were there in the nest and there was no one to protect them. കുഞ്ഞ് പക്ഷികളുണ്ടായിരുന്നു, 4 ചെറിയ പക്ഷികളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അമ്മ പക്ഷി അതിലുണ്ടായിരുന്നില്ല. ഇവാൻ എന്തു ചെയ്യും? ഇവാൻ ഫെൽറ്റ് പിറ്റി ടു ദം. ഇവാന് സങ്കടം തോന്നി ഇത് കണ്ടിട്ട്. He climbed the tree and covered the little ones with his clothes. ഇവാൻ എന്ത് ചെയ്തു? അവൻ്റെ മുകളിലത്തെ കോട്ടി ഊരിയിട്ട് അതിനെ റെയിനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു. ആ പിക്ചറിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. വെൻ ദ തണ്ടർ സ്റ്റോം വാസ് ഓവർ ദ മദർ ബേർഡ് കെയിം ബാക്ക്. മദർ ബേർഡ് ചിലപ്പോൾ ഫുഡ് എടുക്കാൻ പോയതായിരിക്കും. അങ്ങനെ തണ്ടർ സ്റ്റോമെല്ലാം കഴിഞ്ഞു, പേമാരിയൊക്കെ നിന്നപ്പോൾ മദർ ബേർഡ് കെയിം ബാക്ക്. മദർ ബേർഡ് തിരിച്ചു വന്നു. വാട്ട് വുഡ് ദ മദർ ബേർഡ് ഡു? എന്തായിരിക്കും ആ അമ്മ പക്ഷി ചെയ്തിട്ടുണ്ടാവുക? ഇത് കണ്ടപ്പോൾ ഇവാനെ കൊത്തി ഓടിച്ചിട്ടുണ്ടാവുമോ? എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇവാൻ ചെയ്യുന്നത് കണ്ടിട്ട് സന്തോഷം ആയിരിക്കും ഉണ്ടാവുക അല്ലേ? തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച ഇവാനോട് വളരെയധികം ദയ തോന്നാൻ ചാൻസ് ഉണ്ട്. ദയ തോന്നില്ലേ? സന്തോഷം തോന്നില്ലേ? The teaching bird. Thank you, Ivan. You protected my little children from cold and rain, and I wish to do something for you. Tell me what I can do for you. Ivan was surprised to see a talking bird. Ivan answered, You know our language. Will you teach me your language, the language of birds? Stay with me for some days and you shall know it as we do. Ivan remained in the forest for a few days. He learned the language of birds from the mother bird. Ivan returned home happily. എന്താണ് ഉണ്ടായത്? ഇവാൻ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നത്, മഴയത്ത് രക്ഷിക്കുന്നത് കണ്ട് ആ അമ്മ പക്ഷിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവാനോട് താങ്ക്സ് പറയും. യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ. നീ എൻ്റെ മക്കളെ രക്ഷിച്ചു, മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും എൻ്റെ മക്കളെ രക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് ഇവാന് വേണ്ടി, തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. എന്താണ് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക? ഇവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. അല്ലേ? എപ്പോഴെങ്കിലും ആരെങ്കിലും പക്ഷി സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവാനും സർപ്രൈസ്ഡ് ആയി. ഇങ്ങനെയൊരു വർത്തമാനം പറയുന്ന പക്ഷിയെ കണ്ടപ്പോൾ ഇവാന് ശരിക്കും അത്ഭുതം തോന്നി. ഇവാൻ ആൻസേർഡ്. ഇവാൻ പറയും, ഉത്തരം പറയും, യു നോ അവർ ലാംഗ്വേജ്. ഇവാൻ അതിന് മറുപടിയായിട്ട് പറയും, യു നോ ആ ലാംഗ്വേജ്. നമ്മുടെ ഭാഷ നിങ്ങൾ അറിയോ? വിൽ യു ടീച്ച് മീ യോർ ലാംഗ്വേജ്? താങ്കളുടെ ഭാഷ നമ്മളെ പഠിപ്പിക്കാമോ? ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് യു ഷാൽ നോ ഇറ്റ് ആസ് വി ഡു. എൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ചാൽ ഞാൻ നിനക്ക് ബേർഡ്സിൻ്റെ ഭാഷ പഠിപ്പിച്ചു തരാമെന്ന് ബേർഡ് പറയും. ഇവാൻ റിമെയിൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഇവാൻ അങ്ങനെ കാട്ടിൽ കുറച്ച് നാൾ താമസിച്ചു. ഹി ലേൺ ദ ലാംഗ്വേജസ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. അങ്ങനെ ആ അമ്മ പക്ഷിയിൽ നിന്നും ഇവാൻ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിച്ചെടുക്കും. ഇവാൻ റിട്ടേൺ ഹോം ഹാപ്പിലി. ഇവാൻ അങ്ങനെ കുറച്ച് നാൾ അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകും. സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്, കാരണം പുതിയൊരു ലാംഗ്വേജ് കൂടി പഠിച്ചു. ഹൗ മെനി ലാംഗ്വേജസ് ഡു യു നോ? മക്കൾക്ക് എത്ര ലാംഗ്വേജസ് അറിയാം? ഒരുപാട് ലാംഗ്വേജസ് അറിയാൻ പറ്റില്ലേ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനെയൊക്കെ അറിയില്ലേ? ഡു യു സ്പീക്ക് വിത്ത് യുവർ പെറ്റ്സ്? പെറ്റ്സിനോട് സംസാരിക്കാറുണ്ടോ? തത്തയൊക്കെ സംസാരിച്ചാൽ, ഡെയിലി സംസാരം കേട്ടാൽ തത്തയൊക്കെ തിരിച്ച് കൃത്യമായിട്ട് ഉത്തരം പറയും.